ബാംഗ്ലൂരിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റോഡ് കാണാൻ സാധിച്ചു വയനാട്ടിലെത്തിയപ്പോൾ. അതെ അതെ നോട്ട് ദ പോയിന്റ്, ബാംഗ്ലൂരിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റോഡുകൾ വയനാട്ടിലുണ്ടെന്നാണ്. ബാംഗ്ലൂരിൽ റൈഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബൈക്ക് ഓടിച്ച് കുറച്ച് ദൂരം വരണമെന്ന് വിചാരിച്ച് നല്ലൊരു ഒരു വെക്കേഷൻ മോഡിലേക്ക് വന്നതാണ്. അപ്പോൾ വഴിയാണെങ്കിലും റൈഡാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ അന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് അമ്പലത്തിന് ഇങ്ങ് കയറുന്ന റോഡുകളൊക്കെ മൺ റോഡുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടി നല്ല ഡെവലപ്പായി, അടിപൊളി റോഡായി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നടക്കാനുള്ള നടപ്പാതകൾ ഇതേപോലെ ആയിരുന്നു അവിടം തൊട്ട് ഇവിടം വരെ. പക്ഷെ ഇപ്പോൾ അത് നല്ല ഏത് പ്രായത്തിലുള്ളവർക്ക് നടന്നു വന്ന് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്ന, അതേപോലെ തന്നെ ഈ വെള്ളം ഒഴുകുന്ന ഇതില്ലേ അത് നല്ല ഭംഗിയായി, പിന്നെ നല്ല വൃത്തിയായിട്ടാണ്. ഞങ്ങൾ കുറച്ച് മുമ്പും കൂടി ഇപ്പം ഇവർ പറഞ്ഞു എന്ത് വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ നല്ല ഭംഗിയായി പരിചരിച്ചു നല്ല ശുചിയായിട്ട് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു. ഇവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. ഒത്തിരി വികസനം നമ്മുടെ വയനാടിന് ഇത്രയും നല്ല വികസനം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴാണ് ഉണ്ടായത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ MLA-യും മന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന OR കേളു സഖാവിനെ നമ്മൾ നമിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ചേച്ചി പറഞ്ഞില്ലേ പാപനാശിനിയിലേക്കുള്ള പാതകളൊക്കെ നല്ല ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നുവെന്ന്. ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. മനോഹരമായി നടപ്പാത കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് ടൂറിസം വകുപ്പ്, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ്, ക്ഷേത്ര സംവിധാനങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്.